എന്നാടാ ഇപ്പോൾ നമ്മൾ പറയാൻ വന്ന ഈ ഓവറിൻ്റെ ഒരു ഇവിടെ ഹൗസ് ഹോൾഡ് യൂസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 1800 വാട്ട്സ് 120 ബാർ പ്രഷർ വാഷറിനെ പറ്റിയാണേ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഇത് വെച്ചാണ് ഇന്ന് ഞാൻ വാഷ് ചെയ്യാൻ പോണത്. അപ്പം ഇതിൻ്റെ ഒരു പവർ കാണിക്കാനാണ്. കോൺക്രീറ്റ് വാഷിംഗ് ആണ്. ഒരു സൈഡിൽ ഓൾറെഡി നമ്മൾ ചെയ്തു. അപ്പം ഇതിൻ്റെ വാടക ഇച്ചിരി വ്യത്യാസമുണ്ട്, കാരണം ഹൗസ് ഹോൾഡ് യൂസ് ആയതുകൊണ്ട്. ഇപ്പം ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നത് ഒരു 3500-3600 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്യാരണ്ടിയിലുള്ളത് കൊണ്ടാണ് അവർ നമുക്കിത് തന്നത്. ഇതിന് ഗ്യാരണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കറണ്ട് ചാർജ് കൂടുതലാവുമായിരിക്കും, അതറിയത്തില്ല എൻ്റെ കാര്യം. ഞാൻ പെയിൻ്റ് അടിച്ച് കാണിച്ചതാണ് ഒരു സ്ഥലത്ത്. ഇപ്പോൾ വീടിൻ്റെ ഈ മേൽവശത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. എല്ലാം ഭയങ്കര പായലായിരുന്നു. പായൽ ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ അപ്പുറം പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ മുകൾവശം. ഇങ്ങനെയാണ്. ഇപ്പം ഞാനത് വൈറ്റ് സിമെൻറ്റ് അടിച്ചേക്കുന്നതാണ്. വൈറ്റ് സിമെൻറ്റും ഡോക്ടർ ഫിക്സിറ്റും കൂടെ മിക്സ് ചെയ്ത് അടിച്ചേക്കുന്ന ലീക്കിങ്ങിന്. അപ്പോൾ അതിനുവേണ്ടി ഇത്രയും ഒരു ഏരിയ, വൈഡായിട്ടുള്ള ഏരിയ നമ്മൾ പ്രഷർ വാഷറായിട്ട് അടിച്ചേ. അപ്പം ഇതിൻ്റെ മറുവശം കാണിച്ചു തരാം, അതെങ്ങനെയാണ് അവിടെ ഇപ്പോൾ കിടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതും കൂടെ അടിച്ചിട്ടേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വള്ളിക്ക് 8 മീറ്ററോളം, വള്ളിക്കല്ല പൈപ്പിന് 8 മീറ്ററോളം നീളമുണ്ട്. ഈ കാണുന്നത് ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് അടിച്ചതല്ല, നമ്മളൊന്ന് ഒരു രീതിയിൽ കളഞ്ഞതാണ് പായൽ. അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലം അടിച്ചോളൂ. പക്ഷേ ഇപ്പോൾ ഇത് കയറി അടിച്ചതെന്ന് ഞാൻ ഓവർ വെച്ചല്ല അടിച്ചത്, അല്ലാതെ നമ്മളൊന്ന് ജസ്റ്റ് കളഞ്ഞു. ഇങ്ങനെയാണ് ആവശ്യം കിടന്നത്. ഇതിനേക്കാളും ഉണ്ടായിരുന്നു പായൽ. അപ്പോൾ ഈ പായലാണ് നമ്മളിന്ന് കളയാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ 2-3 വീഡിയോസിലൊക്കെ കണ്ടു. കോൺക്രീറ്റ് അടിക്കുന്ന വീഡിയോസൊന്നും യൂട്യൂബിലൊന്നും ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു പായലിൻ്റെ കട്ടി കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും എൻ്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കട്ടിയുണ്ട്. ഇത് നമ്മളൊന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലമായിട്ടൊക്കെ കളയാൻ നോക്കിയത്. ഇത് ഞങ്ങളിങ്ങനെ ഒരു തരത്തിൽ ഇങ്ങനെ വരച്ച് മറ്റേ വരയ്ക്കുന്ന സാധനമൊക്കെ വെച്ചിട്ട് ആണ് കളഞ്ഞത്. പക്ഷേ പോയില്ല. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല, ഇഷ്ടംപോലെ വീഡിയോസ് ഉറപ്പുണ്ട്. അതിൻ്റെ ഒരു പവർ കാണിച്ചു തരാം. ഒന്ന് ഓൺ ചെയ്തത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പവർ. പക്ഷേ കുറച്ച് നേരം ഇതിങ്ങനെ വരും, പിന്നെ അത് ഓൺ ചെയ്തേക്കുവാണ്. അപ്പോൾ ആ പവർ കൂടി വരും. കണ്ടോ, പവർ വരുവേ കൂടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ. അപ്പം നമ്മളിതിങ്ങനെ കാണുമ്പോഴേ, വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്നും പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇതെന്നാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കണം. കണ്ടോ, സ്ട്രെയിറ്റ് ആക്കിയിട്ട് ദൂരെ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണം. നേരെ എഴുന്നേറ്റ് നിന്നിട്ട്. അപ്പോൾ എന്നാ കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചൊരു രീതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡയറക്ഷൻ മാറ്റിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർക്കൊന്നും പോകത്തില്ല. പക്ഷേ എല്ലാം പോകും കേട്ടോ. എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് പോകും, ഒരു കുഴപ്പമില്ലാതെ പൊക്കോളും. കണ്ടോ പോകുന്നത്, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ കാണിക്കാം. എല്ലാം തെറിച്ച് പോകും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യുവാണെങ്കിലേ ഇതുണ്ട്. അപ്പം പൈസ ഉള്ളവർക്കാണെങ്കിൽ ഇത് വാങ്ങിക്കാം. ഇത് പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നുമല്ലായിരുന്നു. നമ്മൾ ഒത്തിരി അന്വേഷിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു മുമ്പോട്ട്. അപ്പം അവരെ വീട്ടുകാർ അതുകൊണ്ട് നമുക്ക് തന്നു ഒരു ചെറിയൊരു വാടകയ്ക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ പെട്ടെന്ന് എല്ലാം പൊക്കോളും കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ഞാൻ വെക്കുവാണേ.